കൊണ്ടുപോയിട്ടില്ല. കിടക്കുന്നു മുത്തച്ഛനെ. മോളെ, അല്ല മൂപ്പിനാര് കാറ്റുപോയോ? മോളെ പടിവരെ എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര. സാറേ സാറേ ആ പ്രശ്നമായി സാറേ. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിക്കാൻ വന്ന വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറെ മുത്തച്ഛൻ മോളെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായക്ക് എന്ത് പറ്റി? ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളും ഒന്നായെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ പറിച്ചുകൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. മോളെ, മുത്തശ്ശൻ മരിച്ചിട്ടില്ല മോളെ. മോളെ കാണാതെ മുത്തശ്ശൻ മരിക്കുവോ? മോള് വേഗം വരാൻ വേണ്ടി മുത്തശ്ശനാ വാസുണ്ണിയോട് കമ്പി അടിക്കാൻ പറഞ്ഞത്. കോണിന്ന് വീണ് കാലുമുളുക്കി നീരും വന്ന് കിടന്ന് ഞാൻ ചത്തുപോയെന്ന് കമ്പി അടിച്ചത് അവനാ. അതാണ് വാസുണ്ണി. വാസുണ്ണി ശിവൻകുട്ടിയേട്ടനെ പോലെ മണ്ടനല്ല അമ്മേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിയിരിക്കും. ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നില്ലേ? അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാൽ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന്. ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണോടാ കഴുത ആണത്തം കാണിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കിഴക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? മോഴക്കഴുത്. ചില തല കണ്ടാ കിണ്ണാൻ തോന്നു. എന്റെ കൂടെ പറപ്പേ, നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കിണേന്ന് കേക്കണം. എന്റെ മായയുടെ അടുത്താണോ തോന്നി ദിവസം കാണിക്കുന്നത്? അതേ ബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലേ ചാവട്ടെ. ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്ങൾ ഈ കഴുതയെ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പടിപ്പിച്ചത്? അച്ഛനൊന്ന് മാറിക്കേ. പറയുമ്പോ എല്ലാം പറയണല്ലോ മായ. ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് വരെ മുത്തച്ഛൻ കമ്പി അടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തച്ഛൻ എന്ത് വിവരക്കടയി കാണിച്ചു. ഓരോരോ മനുഷ്യസ്നേഹികൾ വന്നിരിക്കുന്നു. ഞാൻ മരിച്ചു എന്നൊരു കമ്പി വെക്ക് പോയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് കിട്ടിയതും എന്റെ മോൾ ഓടിപ്പിടിച്ചു വന്നത് കണ്ടോ? ഞാൻ പോയിന്ന് കരുതി നിലവിളിച്ചു ബോധം കെട്ട് വീണത് കണ്ടോ? അതാണ് സ്നേഹം. മോള് വരാൻ വൈകുമ്പോഴൊക്കെ ഇവരിത്രയും കാലം മുത്തച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞു നടന്നതെന്നറിയോ? മോളെ മുത്തച്ഛനെ മറന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ അന്യനാട്ടുകാരനെ കല്യാണം കഴിച്ച് ബോംബെയിൽ സുഖമായിരിക്കുന്നു. ഇവർക്കാർക്കും എനിക്കറിയുന്ന പോലെ നിന്നെ അറിയില്ല മോളെ. മുത്തച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നീ ഒന്നും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും മോള് ചെയ്താലേ ഈ ചങ്ക് പറിച്ച് അവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കാവുന്ന മുത്തച്ഛനും പറഞ്ഞു. മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ മോളെ? അത് സത്യമല്ലേ? സത്യമാണ്. കണ്ടോ, ഇതാണടാ പൊക്കിൾക്കൊടി ബന്ധം. ഇവക്ക് ഞാൻ മുത്തശ്ശൻ മാത്രമല്ല, അച്ഛനാണ്, അമ്മയാണ്, അതിനും അപ്പുറത്ത് ഈശ്വരനാണ്. ഈശ്വരൻ. എന്റെ മോളെന്നെ ചതിക്കില്ല. ഗോവിന്ദൻകുട്ടി കൊണ്ടുവന്ന കല്യാണം നടത്തുന്നത് വരെ അവളെ ഞാനിനി ബോംബെക്കെന്നല്ല ഒരു സ്ഥലത്തേക്കും വിടില്ല. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കും. അവക്കും സേതുമാധവനും അത് വേണ്ടെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അവളുടെ മുത്തശ്ശിയുടെ പേരിൽ വല്ല അനാഥാലയത്തിനും കൊടുക്കും. ആരാ മുത്തശ്ശി സേതുമാധവൻ? നിന്റെ ഗോവിന്ദൻകുട്ടി മാമൻ നിനക്ക് കൊണ്ടുവന്ന പയ്യനാ മോളെ സേതുമാധവൻ. അതിസുന്ദരൻ, പണക്കാരൻ, വലിയ ഉദ്യോഗസ്ഥൻ. അടുത്ത പ്രമോഷൻ കിട്ടി ഇംഗ്ലണ്ടിലേക്ക് പോവാ. അതിനു മുമ്പ് കല്യാണം നടത്തണം. അതൊന്ന് നടന്നു കാണാൻ വേണ്ടി മാത്രമാ മോളെ മുത്തച്ഛൻ ഇപ്പോഴും ജീവിക്കുന്നത്. പറ, മോള് സമ്മതിക്കില്ലേ?
എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മോക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം നടത്താൻ മുത്തച്ഛനോടൊപ്പം മോള് നിൽക്കില്ലേ? വല്ലാത്ത ക്ഷീണം. എനിക്ക് സ്വല്പം കിടക്കണം മുത്തശ്ശ. ആ, മോള് സുഖമായിട്ട് കിടന്നോളൂ. വൈദ്യരോട് പറഞ്ഞ് മോക്ക് മുത്തച്ഛൻ്റെ ഒരു നാടിക്കഷായം തിളപ്പിച്ചു തരാം. ഒരു കമ്പി കാരണം ഉണ്ടായ പേടി മുഴുവൻ അങ്ങ് മാറട്ടെ. ആ ആ. ഈശ്വര, എന്റെ മോളിപ്പോ പൊക്ക്, ലേശം ഇടത്തോട്ട് തിരിക്ക്, കുറച്ചുകൂടെ പൊക്ക്. ആ മതി. നീ ഇപ്പൊ എന്താ കാണുന്നത്? വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്താരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ. ചാടാം. മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛനിവിടെ നായ്ക്കളെയാണ് വളർത്തുന്നത്. തിമിംഗലങ്ങളെ നീ ചാടിക്കോ. ആ ഹം. ചാടിക്കോ. ചാണകക്കുഴി. താങ്ക് യു. ദാസ, നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി വല്ല പിടിയുണ്ടോ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരതി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതുങ്ങി നിൽക്കണേ. ശവം ഇതിലെടുത്തിട്ടില്ല. മുത്തച്ഛനാണ്, മുത്തച്ഛൻ. കണ്ടില്ലേ, ജീവനുള്ള പ്രേതം. അതൊരു തേങ്ങാ പിണ്ണാക്കുമല്ല, ഒരാള് കിടക്കുന്നതാ. നീ ഇവിടെ ഇരി. ഞാൻ ആ കോളിംഗ് ബെല്ലടിച്ചിട്ട് വേഗം വരാം. മിണ്ടാതിരിയടാ. ഹലോ ഹലോ, മൂക്കിൽ നായർ അകത്തുണ്ടോ? ഉണ്ടല്ലോ. നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഓ, ഞാൻ കോളിംഗ് ബെല്ലടിച്ചിട്ടുണ്ട്. വാതിലിപ്പൊ തുറക്കും. എന്താ എന്താ? ഞാനിവിടെ പഠിക്കില്ലേ? ഒരു ആംബുലൻസ് വിളിയേ, എന്റെ വീട്ടിൽ കൊണ്ടാക്കേ. എന്താ പ്രശ്നം വെച്ചാ പറ. ആശാരി എന്തുകൊണ്ടെന്നോ പറയണേ? എന്താ ഇവിടെ ഒരു നിലവിളി കേട്ടത്? ആശാരി എന്തോ കൊണ്ട് പേടിച്ചതായിട്ട്. പേടിക്കാൻ? ഈ രാത്രി ഇവിടെ എന്ത് കണ്ട് പേടിക്കാൻ? എന്തെങ്കിലും കണ്ട് പേടിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഇയാൾക്ക്? അച്ഛന്റെ ഒരു നട്ടപ്പരാന്ത്. ഒരു കോണി പൊളിഞ്ഞെന്ന് വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ? താൻ ബ്രേക്ക് ഇടാണ്ട് അങ്ങോട്ട് നടക്കടോ. മായ അകത്തുണ്ട്. നേരെ ചെന്നാലോ? ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ്. അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം. എന്റെ മോളെവിടെ? മോളവിടെ ഹോട്ടൽ മുറിയിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്നതാ. നീ ശരിക്കും കുടുങ്ങിയില്ലേ? സത്യം പറഞ്ഞ നീ ശരിക്കും കുടുങ്ങി. നീ രാത്രി ഹോട്ടലിലേക്ക് വിളിച്ചു വരാൻ നിൽക്കണ്ട. അത് അതിലേറെ പ്രശ്നമാവും. മോളെ ഞാൻ നോക്കിക്കോളാം. കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ.
പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ ഈ കേട്ടത്? ദാസനല്ലേ നിലവിളിക്കുന്നത്? അവനെവിടെ? നീ പൊയ്ക്കോ. കരയല്ലേ മോളെ, കരയല്ലേ. മോളുടെ അമ്മ ആപ്പിലായി. അച്ഛൻ എന്താ ചെയ്യാ? അകത്ത് കയറാനും വയ്യ, തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായല്ലോ നമ്മൾ രണ്ടാളും. കുഞ്ഞിന് മുല കൊടുത്തോ സാറേ? മുല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും, വണ്ടി അയച്ചിട്ടുണ്ട്. കുഞ്ഞിന് പാല് കൊടുത്തോന്നാ ചോദിച്ചത്. പ്യാല് കൊടുത്ത് ഇപ്പൊ കിടത്തിയുള്ളൂ, അപ്പോഴേക്കും ഉണർന്നു. ആ കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ. അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ. അതും ചൂടന്മാരായ അച്ഛന്മാരാണെങ്കിൽ പറയുന്നേ. നിന്നോട് ഒരു ഫാരക്സ് മേടിക്കാനാണ് പറഞ്ഞത്, നീ എന്തിനാ രണ്ടെണ്ണം മേടിച്ചത്? ഒരെണ്ണം നോക്ക്, ഒന്ന് നമ്മക്ക്. അല്ലാതെ ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ മുതലാവില്ല. അയ്യോ, നല്ല ഒരു ഉണ്ണി വാവ. ഇതെവിടെ നിന്ന് കിട്ടി സാറേ? മായ പെറ്റതാ, ആഹാ, രണ്ടാമത് പെറ്റതാ മോള്. എന്തേ നിനക്ക് വളർത്തണോ? നല്ല തറവാടിത്തോള്ള കുട്ടി. അച്ഛന്റെ അതേ മുഖം. ഇതെന്താ മണ്ണ് വരുത്തിനോ? ഫുള്ളാണല്ലോ. ഇത് കണ്ട, താഴെ മാത്രമേ താക്കോലില്ല. വാ. ഹായ് ഹായ്. 1.5 കൊല്ലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയ തലവരെ, പാവക്കുട്ടിയെ കൊണ്ട് അവൻ അവള് രക്ഷപ്പെട്ടു. അയ്യോ, എന്റെ 9 ലക്ഷം അവര് മെഴുങ്ങിയോ? പടച്ചോനെ, നല്ല ബലമുള്ള പൂട്ടാ. അടുത്തെങ്ങും തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല. അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു. അവർക്ക് കുട്ടിയായി. അവർ രണ്ടുപേരും നാട്ടിലേക്ക് പോയിരിക്കാം. പൊട്ടൻ. അന്ന് തന്നെ നേരാമണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ കാര്യം ശരിയായേനെ. ഇവന്റെ തലയും രക്ഷപ്പെട്ടേനെ. അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത്. ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയുക? ഇവരൊക്കെ ആരാ? അന്നു പ്രാന്തായി. ആ താല്പട്ടെ, ഞങ്ങളൊക്കെ ഇതിന്റെ ആത്മസുഹൃത്തുക്കളാണ്. ഞാൻ കുഞ്ഞായൻ, കുഞ്ഞായൻ, മുസ്തഫ, മുസ്തഫ, ആ. മുസ്തഫ. ഈ പ്രാന്തനാരാ? സാരമില്ല, ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടിയെ വീണ്ടെടുക്കും. അതിന്റെ വയറ്റിലെ രത്നങ്ങൾ വിറ്റ് ഇവനെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ട് ചികിത്സിക്കും.